വേദാന്ത ഡിമാർജ് അനൗൺസ് ചെയ്തിരിക്കുന്നു. ഡിമാർജിന് ആവശ്യമായ NCLT അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നു. 2026 മാർച്ചിൽ ഡിമാർജ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് കമ്പനിയുടെ ചെയർമാനായ അഖിൽ അഗർവാൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. കമ്പനി 5 സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ഡിമാർജ് ആകാൻ പോകുന്നത്. വേദാന്ത അലുമിനിയം, വേദാന്ത ഓയിൽ ആൻഡ് ഗ്യാസ്, വേദാന്ത പവർ, വേദാന്ത അയൺ ആൻഡ് സ്റ്റീൽ, ഓൾറെഡി ഉള്ള കമ്പനിയായ വേദാന്ത ലിമിറ്റഡ്. ഈ ഡിമാർജിന്റെ ഫലമായിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഒരു സ്പെസിഫിക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ലഭിക്കുന്നത്. കമ്പനിയുടെ ഒരു ഷെയർ ഉള്ള ഷെയർ ഹോൾഡറിന് ഡിമാർജിന് ശേഷം അത് 5 ഷെയർ ആയിട്ടാണ് മാറുന്നത്. കമ്പനി ഇതുവരെ റെക്കോർഡ് ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. കമ്പനിയുടെ ഡിവിഡൻഡിന്റെ കാര്യം നോക്കുവാണെങ്കിൽ കമ്പനി ഡിവിഡൻഡിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പ്രീവിയസ് ഇയറിൽ കിട്ടിയിരുന്ന ഡിവിഡൻഡ് പോലെ തന്നെ തുടർന്നുള്ള വർഷത്തിൽ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നതാണ്. 2022 കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുവാണെങ്കിൽ 23,710 കോടിയാണ്. അതിൽ 89% ഡിവിഡൻഡ് പേ ഔട്ടിനാണ് കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 2023 ഫിനാൻഷ്യൽ ഇയറിൽ 14,503 കോടിയാണ് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അതിൽ 357% ഡിവിഡൻഡ് പേ ഔട്ടിനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ 2024 ഫിനാൻഷ്യൽ ഇയറിൽ 7,539 കോടിയായിരുന്നു കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ്. അതിൽ 259 കോടിയും കമ്പനി യൂസ് ചെയ്തിരിക്കുന്നത് ഡിവിഡൻഡ് പേ ഔട്ടിനാണ്. കമ്പനി ഒരു വർഷം നമുക്ക് തന്ന റിട്ടേൺ എത്രയാണ്? 13.24%. ഒരു വർഷത്തെ ഓൾ ടൈം ഹൈ പ്രൈസ് എത്രയായിരുന്നു? 580.45 രൂപയാണ്. ലോ പ്രൈസ് എത്രയായിരുന്നു? 363 രൂപയായിരുന്നു. കമ്പനിയുടെ ഒരു ഷെയറിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്രയാണ്? 579.15 രൂപയാണ് വരുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുവാണെങ്കിൽ 2,22,533 കോടിയാണ്.